വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് അത് ഇങ്ങനത്തെ ചെറിയ വഴുതനങ്ങ ഞാൻ എടുത്തേക്കുന്നത്. ഏത് വഴുതനങ്ങ വെച്ച് വേണേലും ഈ റെസിപ്പി ചെയ്യാം. ഇത് നാടൻ വഴുതനങ്ങ, കുട്ടി വഴുതനങ്ങ ഏകദേശം ഒരു 400 ഗ്രാം കാണും. അരിഞ്ഞ വഴുതനങ്ങ, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ്, ഇത് രണ്ടും ഇടുക. എന്നിട്ട് ഇത് കൈ കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും നല്ലപോലെ യോജിപ്പിക്കണം. ഫുൾ എല്ലായിടത്തും ഇങ്ങനെ എത്തണം മഞ്ഞൾപ്പൊടിയും ഉപ്പും. ഇതിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാനായിട്ട് ആണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കുന്നത്. വിഷാംശമൊന്നും ഉണ്ടാവില്ല, നമ്മളിതിപ്പം വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ പോലും നമ്മളിങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും പോയിട്ട് ഇനി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വയ്ക്കണം. അപ്പോൾ അതിലെ വെള്ളമെല്ലാം ഇങ്ങനെ ഊറി വരും. അപ്പോൾ അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി ഇനി ഇതൊരു അരമണിക്കൂർ കൂടെ വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂറായി ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇതിൽ ഇതുണ്ടോ, അടിയിലേക്ക് ഇങ്ങനെ വെള്ളം ഊറി വരും. അപ്പോൾ ആ വെള്ളം മൊത്തം നമുക്ക് പിഴിഞ്ഞ് കളയാം. എന്നിട്ട് ഞാൻ പിഴിഞ്ഞ് കളഞ്ഞെടുത്തുകൊണ്ട് വരാം. അത്രയും വഴുതനങ്ങ ഉണ്ടായിരുന്നതിൻ്റെ വെള്ളം മുഴുവനായിട്ടും പിഴിഞ്ഞ് കളഞ്ഞ് ഫുള്ള് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഏകദേശം പകുതിയായിട്ട് കുറഞ്ഞു. അപ്പം നിങ്ങൾ ഇതുണ്ടാക്കുമ്പം ഇത് ആവശ്യത്തിനനുസരിച്ച് എടുക്കണം വഴുതനങ്ങ. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി ചതച്ചത് ഏകദേശം ഒരു 12 ഉള്ളിയുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില ഒരു 2-3 തണ്ട് ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ വേണ്ടത് ചതച്ച മുളക്, ഇതൊരു 1 ടേബിൾ സ്പൂൺ. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇനി നമുക്ക് വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യമായിട്ടൊരു കടായി ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. കേരള ഡിഷസ് എല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ ഉള്ളി പെട്ടെന്ന് വഴലാനായിട്ട് മാത്രമുള്ള ഉപ്പ്. അത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർക്കാം. കാരണം നമ്മൾ ആ വഴുതനങ്ങ നല്ലപോലെ ഉപ്പ് പുരട്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ വെച്ചിരുന്നത്. ഇത് ഒരു മീഡിയം തീയിലിട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഉള്ളിയിലെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞിട്ട് കളറൊന്ന് ജസ്റ്റ് മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ചതച്ച മുളക് ചേർക്കണം. പിന്നെ ആ ഉള്ള കറിവേപ്പിലയുടെ ഒരു പകുതി ചേർക്കാം. ഇത്രയും ചേർത്ത് നല്ലപോലെ മൂത്ത മണം വരണം. അതുവരെയും ചെറിയ രീതിയിൽ വഴറ്റി കൊടുത്തോണ്ടിരിക്കണം. തീ കൂടരുത്, കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. ഉള്ളി ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മൾ വെള്ളം പിഴിഞ്ഞ് വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർക്കാം. തീ ഒരു ശകലം കൂടെ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. വഴുതനങ്ങ ഒന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ വീണ്ടും തീ ഏറ്റവും കുറച്ചിടണം. വഴുതനങ്ങ ഒന്ന് നല്ലവണ്ണം ചൂട് കയറി ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഏറ്റവും കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പം വഴുതനങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കതിന് ഉപ്പ് എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഉപ്പും എല്ലാം കറക്റ്റാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ മാറ്റി ചേർത്തിട്ട് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഒട്ടും കുഴഞ്ഞു പോകാതെ കറക്റ്റ് ക്രിസ്പി ആയിട്ടിരിക്കുന്ന വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.